നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് മേഖലകളിൽ പ്രവാസികൾ ഒന്നും പങ്കുവെക്കാനാകാതെ ഒതുങ്ങിക്കൂടും. നാട്ടിൽ കുടുംബാംഗങ്ങളുടെ ഭാരവും പേറി കടൽ താണ്ടിയെത്തുന്ന പ്രവാസികൾക്ക് എന്തുപറ്റി? കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ആത്മഹത്യ, ഹൃദയാഘാതം പോലുള്ളവയാൽ മരണപ്പെടുന്നവർ ഏറെയാണ്. അത്തരത്തിൽ പ്രവാസികളുടെ ദുരിതകഥയും മരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവെക്കാറുള്ളയാളാണ് അഷ്റഫ് താമരശ്ശേരി. അത്തരത്തിൽ പങ്കുവെക്കുക മാത്രമല്ല, പ്രവാസികൾക്ക് പലപ്പോഴും താങ്ങും തണലുമാകുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് അദ്ദേഹം. ഇപ്പോഴിതാ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 4 മലയാളികളായ ചെറുപ്പക്കാരാണ് ആത്മഹത്യ ചെയ്തതെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നു. 4 പ്രവാസി സഹോദരങ്ങളുടെ മൃതദേഹമാണ് ഇന്നലെ നാട്ടിലേക്ക് അയച്ചത്. 4 പേരിൽ ഒരാൾ ആത്മഹത്യ ചെയ്തതായിരുന്നു. ഇദ്ദേഹം പ്രവാസ ലോകത്തെത്തിയത് അധികകാലമായിട്ടില്ല. ചെറുപ്പക്കാരൻ. കഴിഞ്ഞ ഒരാഴ്ചക്കകം 4 മലയാളികളാണ് ആത്മഹത്യ ചെയ്തത്, അതും ചെറുപ്പക്കാർ എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: 4 പ്രവാസി സഹോദരങ്ങളുടെ മൃതദേഹമാണ് ഇന്നലെ നാട്ടിലേക്ക് അയച്ചത്. 4 പേരിൽ ഒരാൾ ആത്മഹത്യ ചെയ്തതായിരുന്നു. ഇദ്ദേഹം പ്രവാസ ലോകത്ത് എത്തിയത് അധികകാലമായിട്ടില്ല. ചെറുപ്പക്കാരൻ. കഴിഞ്ഞ ഒരാഴ്ചക്കകം 4 മലയാളികളാണ് ആത്മഹത്യ ചെയ്തത്, അതും ചെറുപ്പക്കാർ. ജീവിതം പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്ന യൗവനങ്ങൾ. എന്തേ നമ്മുടെ ചെറുപ്പങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും ഒരു പിടിയും കിട്ടുന്നില്ല. ഒരുപക്ഷെ ബന്ധങ്ങളിലെ ഊഷ്മളത കുറവായിരിക്കാമെന്നും അഷ്റഫ് താമരശ്ശേരി ഫേസ്ബുക്കിൽ കുറിച്ചു. ബന്ധങ്ങളെ നേരാവണ്ണം പരിചരിച്ചില്ലെങ്കിൽ കൈവിട്ടു പോകും. കുടുംബ ബന്ധങ്ങളും സുഹൃത്ത് ബന്ധങ്ങളും ഒക്കെ ഇങ്ങനെയാണ്. ഇടയ്ക്ക് ബന്ധങ്ങൾ പുതുക്കിയില്ലെങ്കിൽ ഇരുമ്പിനെ തുരുമ്പ് ബാധിക്കുന്ന പോലെ ബന്ധങ്ങളെയും വൈകല്യങ്ങൾ ബാധിക്കും. ജീവിതത്തിൽ നല്ല ബന്ധങ്ങൾ ഉള്ളവരാണ് വിജയിച്ചവർ. ജീവിതത്തിലെ സുഖദുഃഖങ്ങൾ പരസ്പരം പങ്കുവെക്കാൻ കഴിയുന്ന നല്ല ബന്ധങ്ങൾ നട്ടുവളർത്താൻ കഴിയണം. അത്തരം ബന്ധങ്ങളാണ് നമുക്ക് നല്ല തണലായി, താങ്ങായി മാറുക. അല്ലാത്ത പക്ഷമാണ് ജീവിത ദുഃഖങ്ങളും കഷ്ടതകളും ഉള്ളിൽ പേറി ഹൃദയം പൊട്ടിയും സ്വയം ജീവിതം അവസാനിപ്പിച്ചും അകാലത്തിൽ പലരും നമ്മിൽ നിന്ന് വിട വാങ്ങി പോകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.